ഹലോ ഗൈസ്, ഇന്നൊരു ചാട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും എന്താ പറയണ്ടേ, ഈ ഒരു സമയത്ത് ഓറഞ്ചിൻ്റെ സീസണുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് ഉണ്ടാക്കിയില്ല എന്ന് ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് ഇങ്ങനെ കഴിക്കുന്നുണ്ടാവുമായിരിക്കാം. ഞാൻ ഇന്നാണ് അത് ട്രൈ ചെയ്ത് നോക്കിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ യൂസ് ചെയ്ത മുളക് പൊടിക്ക് നല്ല എരിവുണ്ടായതുകൊണ്ട് അത് മാത്രം ഒരു പ്രശ്നമായിപ്പോയി. ഞാൻ മുളക് പൊടി കുറച്ചധികമായിപ്പോയി ഇട്ടത്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണെങ്കിൽ അത് കുറച്ചിട്ടാൽ മതി. അല്ല, ഇനി സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാടിടാം. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഓറഞ്ച് എടുക്കുക, ഇങ്ങനെ കഷ്ണങ്ങളാക്കുക. അതിനകത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞ് മുളക് പൊടി ഇടുക, കുറച്ചിട്ടാൽ മതി, ഇഷ്ടമുള്ള പോലെ. അത് കഴിഞ്ഞ് നമുക്ക് ചാട്ട് മസാലയും കൂടെ ഇടാം. ഇനി ഇത് ചാട്ട് മസാല ഇല്ലാത്തവർ വിഷമിക്കണ്ട. ഇത്രയും സാധനങ്ങൾ ഇട്ടാൽ തന്നെ അതൊരു നല്ലൊരു സ്നാക്ക് പോലെ, നമുക്ക് സ്നാക്കല്ല, എന്താ അതിന് പറയുക, സാലഡ് പോലെ, ഫ്രൂട്ട് സാലഡായിട്ട് കഴിക്കാം. നല്ല ബെസ്റ്റ് സാധനമാണ്. ഇപ്പോഴാണെങ്കിൽ ഓറഞ്ചിൻ്റെ സീസണുമാണ്. ഇതിനാണെങ്കിൽ ഒരു പാടും ഇല്ല കേട്ടോ, ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാടും ഇല്ല. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ ഓറഞ്ച് ചുമ്മാ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മധുരത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയണ്ടേ, കുറച്ചല്ല, ഞാനിട്ടപ്പോൾ കുറച്ച് സ്പൈസിനെസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം അത്രയും ഉണ്ടായപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഒരിച്ചിരി അധികമായി പോയെന്ന് തോന്നി. അപ്പം ഞാൻ യൂസ് ചെയ്ത് കണ്ടോ, ഈ ഒരു പിരി ഇതാണ്, പിരി മുളക് പൊടിയാണ്. അപ്പോൾ ആ ഒരു സാധനം അല്ലാതെ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പിരിയമുളകിനെ നമ്മളായിട്ട് പൊടിച്ച്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പാക്കറ്റ് മേടിക്കുന്നതോ, ഈ പിരിപിരിന്ന് എഴുതിയ ഈ ബോട്ടിലുള്ള സാധനം യൂസ് ചെയ്തത് അധികമായി പോയതാണ്. അല്ലാത്ത ഏതെങ്കിലും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ്, കാശ്മീരി ചില്ലിയുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ അല്ലേ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ സ്പൈസിനെസ് വേണ്ടവർക്ക് സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക, അതായത് സ്പൈസി ആയിട്ടുള്ള മുളക് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, 100% ഷുവറാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തിയുമാണ്, ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ്, ആർക്ക് വേണമെങ്കിൽ കഴിക്കാം.